കോഴിക്കോട് താമരശ്ശേരിയിലെ 9 വയസ്സുകാരിയുടെ മരണകാരണം അമീബിക് മസ്തിഷ്കജ്വരമല്ലെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് പിന്നാലെ പ്രതിഷേധം കടുപ്പിച്ചു കുടുംബം. താലൂക്ക് ആശുപത്രിയിലെ ചികിത്സാപ്പിഴവിൽ താമരശ്ശേരി ഡിവൈഎസ്പിക്ക് കുട്ടിയുടെ കുടുംബം പരാതി നൽകി. ചികിത്സാപ്പിഴവ് ഉണ്ടായിട്ടില്ല എന്നാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം. ഓഗസ്റ്റ് 14-ന് പനിയെ തുടർന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അനയയെ വൈകിട്ട് 3 മണിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണം സംഭവിച്ചു. കൃത്യമായി ചികിത്സ ലഭിക്കാത്തതുകൊണ്ടാണ് കുട്ടിയുടെ മരണം എന്നായിരുന്നു കുടുംബം ആരോപിച്ചിരുന്നത്. മൈക്രോബയോളജി വിഭാഗം നടത്തിയ പരിശോധനയിൽ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തി. ഇത് കുടുംബത്തെ അറിയിച്ചു. എന്നാൽ അമീബിക് മസ്തിഷ്കജ്വരം അല്ല മരണകാരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇൻഫ്ലുവൻസ എ അണുബാധ കാരണമുള്ള വൈറൽ ന്യൂമോണിയയാണ് മരണകാരണം. ഇതോടെ ഉന്നയിച്ച ആരോപണം ശരിയെന്ന് കുടുംബം. ആരോഗ്യവകുപ്പിന്റെ കീഴിലുള്ള താമരശ്ശേരി ആശുപത്രിയുടെ ചികിത്സക്കുറവും അവർ കുട്ടിയെ ശ്രദ്ധിക്കാത്തതും കൊണ്ടാണ് കുട്ടിക്ക് ഡെത്ത് സംഭവിച്ചതെന്നാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ അതിപ്പോൾ അവിടെ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ അവരുടെ ഒരു അശ്രദ്ധ മൂലമാണ് കുട്ടിയുടെ എത്തായതെന്നുള്ളത്. അതേസമയം ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയുടെ വിശദീകരണം. ന്യൂമോണിയയുടെ ലക്ഷണം ഉണ്ടായിരുന്നില്ല. അമീബിക് മസ്തിഷ്കജ്വരമല്ലെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അമീബിക് മസ്തിഷ്കജ്വരമെന്ന മൈക്രോബയോളജി റിപ്പോർട്ടും നിലവിലുണ്ട്. ഇതിൽ വ്യക്തത വരുത്തേണ്ടത് മെഡിക്കൽ കോളേജും മെഡിക്കൽ ബോർഡുമാണെന്ന് സൂപ്രണ്ട്. 2 ഫോറൻസിക് എന്നുള്ളതും മറ്റതും മെഡിക്കൽ കോളേജിൽ തന്നെ റിപ്പോർട്ടിൽ ഇതാണ്. അത് അവരാണ് ക്ലാരിഫൈ ചെയ്യേണ്ടത്. മെഡിക്കൽ ബോർഡ് കൂട്ടിയിട്ട് അവർ ക്ലാരിഫൈ ചെയ്തേ. എനിക്കതിലൊന്നും പറയാനില്ല. ചികിത്സാ പിഴവാണെന്ന് ആരോപിച്ചായിരുന്നു കുട്ടിയുടെ പിതാവ് സനൂപ് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറെ ആക്രമിച്ചത്. ചികിത്സാ പിഴവിൽ നടപടി ആവശ്യപ്പെട്ട് താലൂക്ക് ആശുപത്രിയിൽ KSU പ്രവർത്തകർ പ്രതിഷേധിച്ചു. 24 കോഴിക്കോട്. താമരശ്ശേരിയിൽ 9 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ അവ്യക്തത നീക്കാൻ ഡോക്ടർമാരോട് ആവശ്യപ്പെടുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പ്രാഥമികമായ റിപ്പോർട്ട് DHSഉം DMEയും നൽകി. കുട്ടിക്ക് കൃത്യമായ ചികിത്സ നൽകി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ ടീം വിഷയത്തിൽ വിശദീകരണം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കുഞ്ഞിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് എന്നുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ടീം തന്നെ, ഡോക്ടേഴ്സ് തന്നെ അതിൽ കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം നൽകാനായിട്ട് പറയാം. മാധ്യമങ്ങളോടും ഇക്കാര്യം എന്താണ് എന്നുള്ളത്, ഇതിന്റെ ഒരു അവ്യക്തത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ, പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ടീമിനോട് ഇതെന്താണ് എന്നുള്ളത് അവർ തീർച്ചയായിട്ടും അത് പറയാനായിട്ട് ആവശ്യപ്പെടാം. അക്കാര്യത്തിൽ അതിലൊരു അവ്യക്തതയും ഇല്ല എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത്. വളരെ വ്യക്തമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ തന്നെ അതിൽ വിശദീകരണം നൽകുന്നതിന്, അതായത് പൊതുസമൂഹത്തോടോ അല്ലെങ്കിൽ മാധ്യമങ്ങളോടോ ആ രീതിയിൽ അവർ അത് പറയും. അതിൽ ആ രീതിയിൽ നമുക്ക് വ്യക്തത വരുത്താം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.